വാതരോഗിയായ ഉറിയമ്മടത്തിനെ ഗുരുവായൂരപ്പന് ഓടിച്ച കഥ കേൾക്കാം നമുക്കിന്ന്. കുമരനല്ലൂർ പ്രദേശത്തായിരുന്നു ഉറിയമ്മടത്തിൻ്റെ ഇല്ലം. സാമാന്യം സമ്പത്തുണ്ടായിരുന്ന ഒരു തറവാടായിരുന്നു അത്. ഇല്ലത്തെ കാരണവരായ ദാമോദരൻ നമ്പൂതിരിക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു. എത്രയൊക്കെ ചികിത്സിച്ചിട്ടും അസുഖത്തിനൊരു കുറവുണ്ടായില്ല. രോഗം ക്രമേണ വർദ്ധിച്ചു വന്നു. മഠത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ ഇരു കാലുകളും തളർന്ന് വിവശായിരുന്നു. കൈവിരലുകളും മരവിച്ചു കയറി. കഠിനമായ ഹൃദയവേദനയോടുകൂടി അദ്ദേഹം കിടന്ന കിടപ്പിൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് കരയുകയാണ്. പണത്തിൻ്റെ കാര്യത്തിൽ അല്പം പിശുക്കുണ്ടായിരുന്ന അദ്ദേഹം എന്നാലും നിത്യേന ഓരോ പിടി വെള്ളി ഉറുപ്പിക വഴിപാടായിട്ട് ഗുരുവായൂരപ്പന് ഒഴിഞ്ഞു വെച്ചു. സഹസ്രം തികയുമ്പോൾ ആ കിഴി ഗുരുവായൂർ സോപാനത്തിൽ സമർപ്പിക്കാമെന്നായിരുന്നു പ്രാർത്ഥന. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ കിഴിയിൽ സംഖ്യ തികഞ്ഞു. 2 അമാലന്മാരുടെ സഹായത്തോടെ ഉറി പോലെ ഒരു ഞാത്ത് കെട്ടിയുണ്ടാക്കിയിട്ട് അദ്ദേഹം അതിലിരുന്ന് ഗുരുവായൂർക്ക് പുറപ്പെട്ടു. സഹായത്തിന് ഒരു കുട്ടിപ്പട്ടരും കൂടെ ഉണ്ടായിരുന്നു. ഗുരുവായൂരിലെത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബന്ധുവായ കീശാന്തര് മഠത്തിൽ താമസിച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം ഉണ്ടായി. പെൺകൊട കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ബ്രാഹ്മണൻ അങ്ങയെ സമീപിക്കും. എനിക്ക് ഒഴിഞ്ഞു വെച്ച സഹസ്രക്കിഴി അദ്ദേഹത്തിന് കൊടുത്തേക്കൂ, എനിക്ക് അത് തന്നെ തൃപ്തിയാണ്. ഗുരുവായൂരപ്പൻ പറയുകയാണ്. പക്ഷെ മഠത്തിന് തൻ്റെ സ്വപ്നദർശനത്തിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. പണക്കിഴി താൻ തന്നെ നടക്കിൽ വയ്ക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ദരിദ്ര ബ്രാഹ്മണനും അന്ന് ഒരു സ്വപ്നദർശനം ഉണ്ടായി. രാവിലെ ഉറിയൻ മഠം കുളക്കടവിൽ കുളിക്കുന്നത് കാണാം. പടവിൽ ഒരു ചുവന്ന സഞ്ചി വെച്ചിരിക്കും. അങ്ങ് അതെടുത്ത് ഓടി രക്ഷപ്പെടുക. ഗുരുവായൂരപ്പൻ പറയുകയാണ് സ്വപ്നത്തിൽ. അനേകം ദിവസങ്ങളായിട്ട് ഗുരുവായൂരിൽ ഭജനയായിട്ട് കഴിഞ്ഞിരുന്ന ബ്രാഹ്മണനായിരുന്നു അത്. അദ്ദേഹം ഉണർന്നിട്ട് വിചാരിച്ചു, സ്വപ്നം കണ്ട് ശരിയായിരിക്കാം, പക്ഷെ താനെങ്ങനെ ഒരു മോഷ്ടാവാകും? രോഗിയായ മഠത്തിൻ്റെ മുതൽ കക്കുന്നത് അതിലും വലിയ പാപം. പോരാത്തതിന് അത് ഗുരുവായൂരപ്പനുള്ള വഴിപാടും. അദ്ദേഹം പിന്നെയും കിടന്നുറങ്ങി. പിന്നെയും സ്വപ്നം കണ്ടു. മംഗലം ഒന്നുകൊണ്ടും പേടിക്കണ്ട, മഠത്തിൻ്റെ കിഴി എനിക്കുള്ളതാണ്, ഞാൻ സന്തോഷത്തോടെ അത് അങ്ങേക്ക് തരുന്നു, അതെടുത്തുകൊള്ളുക. ഗുരുവായൂരപ്പൻ പിന്നെയും സ്വപ്നത്തിൽ പറഞ്ഞു. നമ്പൂതിരിക്ക് പിന്നെ സംശയമൊന്നും തോന്നിയില്ല. അദ്ദേഹം നേരെ കുളക്കടവിലേക്ക് നടന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കൽപ്പടവിൽ ഉറിയമ്മട ഇരിക്കുന്നുണ്ട്, പക്ഷെ കുട്ടിപ്പട്ടര അവിടെ ഉണ്ടായിരുന്നില്ല. കടവിലൊരു ഭാഗത്ത് വെച്ചിരുന്ന ചുവന്ന സഞ്ചി എടുത്തിട്ട് അദ്ദേഹം പടവുകൾ ഓടിക്കയറി. സഞ്ചി എടുക്കുന്നത് കണ്ടിട്ട് ഉറിയമ്മടം കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവി. 2 കൈകളും കുത്തി അദ്ദേഹം സാവധാനം എഴുന്നേറ്റ് അവിടെ നിന്ന് പടവുകൾ കയറി. അദ്ദേഹം അയാളുടെ പിന്നാലെ പാഞ്ഞു പോയി. കള്ളൻ്റെ പിന്നാലെ പാഞ്ഞ് 3 പ്രദക്ഷിണം വെച്ചു. കള്ളൻ പോയ വഴി കണ്ടില്ല. ക്ഷീണിതനായ അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് കൊടിമരച്ചുവട്ടിൽ കണ്ണടച്ചു തൊഴുത് പറയുകയാണ്, ഭഗവാനെ, ഇത്രയും സ്വരൂപിച്ചു കൊണ്ടുവന്ന പണക്കിഴി കള്ളൻ കൊണ്ടുപോയല്ലോ. അദ്ദേഹത്തിന് കാതുകളിലൊരു ശബ്ദം മുഴങ്ങി. ഹേ മഠം, ആ പണം എൻ്റേതല്ലേ, ഞാനാണത് ബ്രാഹ്മണന് കൊടുത്ത്. പരസഹായം കൂടാതെ അനങ്ങാൻ വയ്യാതിരുന്ന അങ്ങ് ഇപ്പോൾ എത്ര ദൂരം ഓടി. അങ്ങയുടെ വാതരോഗം നിശേഷം സുഖപ്പെട്ടില്ലേ? ഇനി എന്താ വേണ്ടത്? വേഗം ഇല്ലത്തേക്ക് പൊക്കോളൂ. അപ്പോഴാണ് തനിക്ക് സംഭവിച്ച ആ മാറ്റം, തൻ്റെ രോഗശമനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം വന്നത്. ഹരേ നാരായണ ഗോവിന്ദ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ നടക്കൽ വീണു തൊഴുതു. മലമാരെയും കുട്ടിപ്പട്ടരെയൊക്കെ തിരിച്ചയച്ച് ഒരു മണ്ഡലക്കാലം മുഴുവൻ ഭജനിയായിട്ട് ഉറിയൻ മഠം ഗുരുവായൂർ തന്നെ താമസിച്ചു. ഉറിയിൽ വന്ന മഠം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ഉറിയൻ മഠം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്.